എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. സോളാർ ഫോട്ടോവോൾട്ടിക് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ സൈറ്റിൽ കമ്പോണൻസിൻ്റെ ലൊക്കേഷൻ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും സൈറ്റിലെ സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ പല കമ്പോണൻസും ഫിക്സ് ചെയ്യുന്നതിനായുള്ള ലേഔട്ടിൻ്റെ സ്കെച്ച് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിക്കാം. ടൂൾസും ആവശ്യമുള്ള എക്യുപ്മെൻസും 50 to 100 feet മെഷറിംഗ് ടേപ്പ്, ഡിജിറ്റൽ ക്യാമറ, റെക്കോർഡ് ഓർ ലോഗ് ബുക്ക് അല്ലെങ്കിൽ ഡയറി, പ്രൊഡക്റ്റ് മാനുവൽ ഫോർ PCU അല്ലെങ്കിൽ ഇൻവെർട്ടർ, ബാറ്ററി എക്സെട്ര along with their dimensions, mounting angles, bolts and nuts, കോമ്പണൻസ് ലൊക്കേറ്റ് ചെയ്യേണ്ടതിൻ്റെ എക്സാക്റ്റ് ആയുള്ള പ്ലാൻ. കോമ്പണൻസ് എവിടെ ലൊക്കേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ റൂഫിൻ്റെ കൃത്യമായുള്ളൊരു അസസ്മെൻ്റ് എടുത്തിട്ടുണ്ടാവണം. കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുകയും വേണം. അതായത് റൂഫ് സ്യൂട്ടബിൾ ആണോ ഒരു ഫോട്ടോ വോൾട്ടിക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, സോളാർ റിസോഴ്സ് ധാരാളമാണോ, എന്തുമാത്രം ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി റൂഫിന് താങ്ങാൻ സാധിക്കും, എന്തുമാത്രം എനർജിയാണ് സിസ്റ്റത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. ഒരു റൂഫ് ടോപ്പ് സോളാർ ഫോട്ടോ വോൾട്ടിക് ഇൻസ്റ്റലേഷനിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ വോൾട്ടിക് പാനൽസ് ഉണ്ടാവും. അത് അറേയായിട്ട് അസംബിൾഡ് ആയിരിക്കും. അതിനുശേഷം ഫ്രെയിം മൗണ്ട് ചെയ്യുക പാനൽസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം റൂഫിൽ അത് സെക്യൂർ ചെയ്യണം. വയറിങ്ങും ഇൻവെർട്ടേഴ്സും കൂടാതെ മറ്റു കോമ്പണൻസും അത് ഇൻസ്റ്റലേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റൂഫ് സൈറ്റ് ഈ എല്ലാ കോമ്പണൻസിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. ആക്സസിബിലിറ്റി, ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും ചെയ്യാനായിട്ട് റൂഫ് ആക്സസിബിൾ ആയിരിക്കണം. സോളാർ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കണം. കൂടാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫിസിക്കലി സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. എങ്കിലേ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കൂ. റൂഫ് കോൺഫിഗറേഷൻ, ഒരു PV പവർ പ്ലാന്റിന് എന്തുമാത്രം റൂഫ് ഏരിയ ആവശ്യമാണെന്ന് അറിയാനായിട്ട് റൂഫ് പ്ലാൻ നമ്മളെ സഹായിക്കും. പ്ലാനിൽ ലൊക്കേഷൻ കറക്റ്റായിട്ടുണ്ടാവണം. കൂടാതെ റൂഫിൻ്റെ ഹൈറ്റും സ്ലോപ്പും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. കൂടാതെ അഡീഷണൽ സ്ട്രക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിലുണ്ടാവണം. കൂടാതെ റൂഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിൽ അതും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഹെലിപാഡോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആൻറ്റിനകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോൺടാക്ട് റിലവൻറ്റ് ബോഡീസോ ഉണ്ടോ എന്ന് നോക്കണം. എങ്കിൽ അതിനായി സ്പെഷ്യൽ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് റൂഫ് സ്പേസ് ഓൾട്ടർ ചെയ്യാൻ സാധിക്കൂ. റൂഫ് മെറ്റീരിയൽസും സ്ട്രക്ചറും, എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ് നോക്കിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റൂഫിന് എപ്പോഴാണ് റീപ്ലേസ്മെൻറ്റ് ആവശ്യമുള്ളതെന്നാണ്. റൂഫ് അതിൻ്റെ ലൈഫ് സ്പാനിൻ്റെ എൻഡാകും തോറും നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായി റൂഫ് ടോപ്പിൻ്റെ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ലാഭകരമായി മാറും. അതുമാത്രമല്ല ഒരു പുതിയ റൂഫിൻ്റെ ഡിസൈനിലേക്ക് സിസ്റ്റത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും. എസ്തെറ്റിക്സ്, സോളാർ ഫോട്ടോവോൾട്ടിക് മൊഡ്യൂൾസ് ബിൽഡിങ്ങിൻ്റെ എസ്തെറ്റിക്സിനെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഫ്രം ദ സ്ട്രീറ്റ് ലെവൽ സോളാർ മൊഡ്യൂൾസ് എപ്പോഴും വിസിബിൾ ആയിരിക്കണം. അതായത് ഒരു സ്ലോപ്ഡ് റൂഫിലായിരിക്കണം, ഫ്ലാറ്റ് റൂഫിലാവരുത്. അത് കാണാൻ സാധിക്കുമെങ്കിൽ പിന്നെ നോക്കേണ്ടത് ചുറ്റുമുള്ള ഏതെങ്കിലും ബിൽഡിംഗ് കാരണം ഇതിൻ്റെ റൂഫ് ടോപ്പ് വിസിബിൾ ആകാതെ ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. റൂഫ് ലീസിംഗ്, നമ്മൾ റൂഫ് ടോപ്പിൻ്റെ ഫോട്ടോ വോൾട്ടിക് സിസ്റ്റം അതിൻ്റെ ഓണർക്ക് ലീസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ലീഗൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്ത് എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് അവിടെ പെർമിസിബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കണം. ഇലക്ട്രിക്കൽ ലോഡ്, ബിൽഡിങ്ങിൻ്റെയോ ഫെസിലിറ്റിയുടെയോ കറണ്ടിൻ്റെയും എക്സ്പെക്റ്റഡ് ഇലക്ട്രിക്കൽ ലോഡും എത്രയാണെന്ന് നോക്കണം. സോളാർ ഫോട്ടോ വോൾട്ടിക്കിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് അത് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്മോളർ സിസ്റ്റം നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് എക്സസ് എനർജി വരുന്നത് നമ്മൾ ബാറ്ററീസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അത് തൊട്ടടുത്തുള്ള മറ്റൊരു ബിൽഡിങ്ങിലോ ഫെസിലിറ്റിയിലോ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഗ്രിഡിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുക. കോമ്പണൻറ്റിൻ്റെ ഡയമെൻഷൻസും കൂടാതെ ഇൻസ്റ്റലേഷൻ റിക്വയർമെൻറ്റ്സും ഇത് മാനുഫാക്ചറേഴ്സിൻ്റെ സജഷനാണ്. കൂടാതെ കോമ്പണൻറ്റ്സ് മൂവ് ചെയ്യേണ്ടതിൻ്റെ ഹിൻറ്റും ഇതിലുണ്ടാവും. ഏതാണ്ട് 110 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10 സ്ക്വയർ മീറ്റർ ഏരിയയാണ് ഒരു 1 kW ഇൻസ്റ്റലേഷന് ആവശ്യമായിട്ടുള്ളത്. അതിനായി സൈറ്റ് അസസ് ചെയ്തിട്ട് കൂടുതൽ കപ്പാസിറ്റി വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുക. ഇത് കസ്റ്റമറുടെ ബിസിനസ്സിന് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. പ്രത്യേകം ഓർക്കേണ്ടത്
ഇൻവെർട്ടർ ഒരു റൂമിലായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നോ മഴയിൽ നിന്നോ അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ബാറ്ററീസ് ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു റാക്കിലോ സുരക്ഷിതമായി വെക്കണം. റൂം വെന്റിലേറ്റഡുമായിരിക്കണം. ഇനി അഥവാ അങ്ങനെ ഒരു സ്ഥലം ഇല്ലെങ്കിൽ കസ്റ്റമറോട് അതിൻ്റെ പോസിബിലിറ്റിയെ പറ്റി സംസാരിച്ച് അതിനായി ഒരു ഷെൽട്ടർ കൺസ്ട്രക്ട് ചെയ്യണം. കേബിൾ റൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടത് DC കമ്പൈനർ ബോക്സിനോട് എത്രത്തോളം അടുത്ത് DC ഇൻവെർട്ടർ കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും അടുത്ത് വെക്കുക. കാരണം വയർ നീളം കൂടുമ്പോൾ DC സൈഡിലെ എനർജി ലോസ് ആവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. കേബിൾസ് എങ്ങനെ റൂട്ട് ചെയ്യണമെന്ന് നോക്കാൻ. കൂടാതെ വയറിങ്ങിൻ്റെ ലെങ്ത് എസ്റ്റിമേറ്റ് എടുക്കുക. അത് സ്വിച്ച് ബോർഡിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. സൈറ്റിലെ കോമ്പണൻസിൻ്റെ ലൊക്കേഷൻ കാണിക്കാനുള്ള ഡ്രോയിങ് നമ്മൾ സ്കെച്ച് ചെയ്യണം. അതിലാദ്യത്തേത് ലൈറ്റ്. ക്ലൗഡി ആയിട്ടുള്ള ദിവസങ്ങളിൽ സൂര്യൻ്റെ വെളിച്ചം കുറവായിരിക്കും. പാനൽസിലെ PV സെൽസാണ് ലൈറ്റിനെ DC ഇലക്ട്രിസിറ്റിയായി കൺവേർട്ട് ചെയ്യുന്നത്. ഇൻവെർട്ടറിലേക്ക് ഫ്ലോ ചെയ്യപ്പെടുന്ന കറണ്ട് അവിടെ നിന്ന് AC ഇലക്ട്രിസിറ്റിയായി കൺവേർട്ടായി അവിടെ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇലക്ട്രിസിറ്റി കറണ്ട് ഒരു മീറ്ററിലൂടെ കടന്നു പോയതിനു ശേഷം പിന്നീട് കൺസ്യൂമർ യൂണിറ്റിലേക്ക് എത്തുന്നു. വീട്ടിലേക്കുള്ള പവർ സപ്ലൈ. ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ തയ്യാറാണോ എന്നറിയാനായിട്ട് പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുക. അതിനുശേഷം വരുന്നത് ഗ്രിഡാണ്. ഉപയോഗിക്കാതെ വരുന്ന കറണ്ട് അവിടെ നിന്ന് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. റീക്യാപ്പ്. ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എങ്ങനെയാണ് ഒരു ഓൺ സൈറ്റ് സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ഫിക്സ് ചെയ്യുന്നതിനായുള്ള ലേ ഔട്ടിൻ്റെ സ്കെച്ച് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത സെഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. താങ്ക് യു.